ആപ്പിൾ എയർ ടാഗ് കിട്ടി. വളരെ ചെറിയ ഒരു ബോക്സിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഹെഡ്ഫോണൊക്കെ ഡെലിവറി ചെയ്യുന്ന പോലത്തെ ഒരു ചെറിയ ബോക്സ്, അല്ലെങ്കിൽ ചാർജിങ് കേബിളൊക്കെ വരുന്ന പോലത്തെ ഒരു ചെറിയൊരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. വളരെ ചെറിയൊരു ബോക്സാണ്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരുപാട് പേപ്പർ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ ഒപ്പം ഒരു പേപ്പർ പാക്കിലാണ് എയർ ടാഗ് വന്നിരിക്കുന്നത്. ഗ്യാരണ്ടി കാർഡ്, മറ്റ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ ഒരു കെട്ട് പേപ്പർ ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് എയർ ടാഗ് തുറന്ന് നോക്കാം. ഇത് ഹെഡ്ഫോൺ പോലെ തന്നെ ഒരു പേപ്പറിൻ്റെ ഒരു പാക്കിലാണ് വന്നിരിക്കുന്നത്. ഇടതുവശത്ത് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, വലതുവശത്തായിട്ടും വേറൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നടുക്കായിട്ടാണ് എയർ ടാഗ് പാക്ക് ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് iOS വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം ഫോൺ അല്ലെങ്കിൽ ഐപാഡിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് വെക്കണം. പിന്നെ ഇതിൽ നിന്ന് അതിൻ്റെ ഒരു കവർ പുൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫോണിന് അടുത്തേക്ക് പിടിക്കുക, ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്ട്രക്ഷൻ വരും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് എയർ ടാഗിനെ റാപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു എഡ്ജ് ഡിവൈസിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് എയർ ടാഗ് ഫ്രീ ആയിട്ട് എൻഗ്രേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ പേര്, ഇമോജിയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എൻഗ്രേവ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വളരെ ഗ്ലേസി ആയിട്ടൊരു പേള് പോലെ തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വളരെ നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എൻഗ്രേവ് ചെയ്തിരിക്കുന്ന ആ പേരാണെങ്കിൽ തന്നെ വളരെ സ്മൂത്താണ്, ഫിനിഷിംഗ് ആണ്, നല്ല ഗ്ലോസിയാണ്. എന്തായാലും ഡിവൈസ് നമുക്കൊന്ന് ഓൺ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വലിച്ച് ഊരിയിട്ടാണ് ചെയ്യേണ്ടത്. അത് ഊരുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ആക്ടിവേറ്റ് ആകുകയാണ്. ചെറിയൊരു മ്യൂസിക് സൗണ്ട് ഉണ്ട്. അതേസമയം തന്നെ ഫോണിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്തതിൻ്റെ ഒരു ആനിമേഷൻ കൂടിയായിട്ട് ചെറിയൊരു വിൻഡോ സ്ക്രീനിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരികയാണ്. അതിൽ നമുക്ക് കണക്ട് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. തുടർന്ന് നമുക്ക് നമ്മുടെ എയർ ടാഗിനെ എന്ത് ടൈപ്പാണിത്, ക്യാമറയാണോ, ഹാൻഡ് ബാഗാണോ, കീ ആണോ, അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഡിവൈസ് രജിസ്റ്റർ ചെയ്യുകയാണ്. നമ്മുടെ ആപ്പിൾ ഐ ഡിയും മൊബൈൽ നമ്പറും വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സമയം എടുക്കുന്നുണ്ട്. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വിൻഡോ വരും, ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഫൈൻഡ് മൈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കാണാൻ കഴിയും നമ്മുടെ ഡിവൈസിൻ്റെ ലൊക്കേഷൻ. ഇപ്പം ഞാൻ ഡിവൈസ് മുറ്റത്ത് ഒരു പുല്ലിൽ കൊണ്ടിട്ടിട്ട് ഒരു 30-40 ഫീറ്റ് മാറി നിന്നിട്ട്, 30 അടി മാറി നിന്നിട്ട് കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. അത് ഡിറ്റക്റ്റ് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്, കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്ലോലി ഏത് ഡയറക്ഷനിലാണ് നടക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഡയറക്ഷനിൽ ഇതിൽ കാണിക്കുന്ന ആ ഒരു സെയിം ഡയറക്ഷനിൽ നടന്നു പോവുകയാണ്. അപ്പോൾ നടക്കുന്നതനുസരിച്ച് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നുണ്ട്. 6 ഫീറ്റ്, 5 ഫീറ്റ്, 4 ഫീറ്റ്, 3 ഫീറ്റ് എത്തിയപ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് കേട്ടു. നിയർ ബൈ എന്ന് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഫോണിൽ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മുട്ടിയിൽ എന്നുള്ള ഘട്ടം എത്തിയപ്പം വീണ്ടും ഒരു ആനിമേഷൻ വന്നു, അതോടൊപ്പം ഒരു മ്യൂസിക് വന്നു. എയർ ടാഗ് നമുക്ക് കിട്ടി. നമുക്കിനി അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കാം. CR2032 എന്ന ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് മാത്രമാണ് എയർ ടാഗ്. GPS-ഓ മറ്റ് ബിൽറ്റ് ഇൻ കണക്ടിവിറ്റി സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല. നമുക്ക് ഈ ഡിവൈസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തുകൂടെ ഏതെങ്കിലും ഒരു ഐഫോൺ ലേറ്റസ്റ്റ് iOS വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഐഫോൺ അടുത്തുകൂടെ പോയി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, നമുക്കതിൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ. മാത്രമല്ല നമ്മുടെ യാതൊരു ഡീറ്റെയിൽസും ഈ ഡിവൈസിലില്ല, ഒരു സീരിയൽ നമ്പർ മാത്രമേ ഉള്ളൂ. ഈ എയർ ടാഗ് ഒരു ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള സീരിയൽ നമ്പർ ആ ഫോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും തുടർന്ന് അത് iCloud വഴി നമ്മുടെ ഫോണിലെത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഊരുന്നെങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിലെ ആ സ്റ്റീലിൻ്റെ ആ ഭാഗം അമർത്തി പിടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണ് വേണ്ടത്. തിരിച്ച പാടെ ഇത് തുറന്നു വരും. നമുക്ക് അതിൽ CR2032 എന്നുള്ള ബാറ്ററി കാണാൻ കഴിയും.
പാനസോണിക് CR2032 എന്നുള്ള ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ ബാറ്ററി കണക്ഷനൊക്കെ ഉള്ളത്. നമുക്ക് വീണ്ടും ഒന്ന് ബാറ്ററി തിരിച്ചിടാം. ബാറ്ററി ഇടുമ്പോൾ തന്നെ ആ ഡിവൈസ് ആക്റ്റീവ് ആകുന്നൊരു സൗണ്ട് ഞാൻ മുമ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാറ്ററി ഇടുമ്പോൾ തന്നെ ആ ഡിവൈസ് ആക്റ്റീവ് ആകുന്നൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. കേട്ടോ, ഒന്നും കൂടി കേൾപ്പിക്കാം. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റിലേക്ക് പ്രസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് തിരിക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള കോമ്പണൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് തുറന്നിട്ട് ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഭാഗത്തിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്കൊന്ന് നോക്കാം. ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പ്രൈയിങ് ടൂൾ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ആ ഒരു ബേസ് പ്ലാസ്റ്റിക് നമുക്കത് തുറക്കാൻ കഴിയും. ആ ടൂൾ ഉപയോഗിച്ച് നമുക്ക് അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ചെറിയൊരു ലോക്കുണ്ട്. അപ്പോൾ നമുക്കത് ചെറിയൊരു ഫോഴ്സ് വേണം. എയർ ടാഗിൻ്റെ സ്പീക്കറും വോയിസ് കോയിൽ മോട്ടറും നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് കാണാൻ കഴിയും. ഇതാണ് സ്പീക്കർ. മറ്റേ സൈഡിൽ കാണുന്നത് വോയിസ് കോയിൽ മോട്ടറാണ് നടുക്കായിട്ട് കാണുന്നത്. ഇതൊരു ടോട്ടൽ റൗണ്ടിലായിട്ടാണ് ഒരു ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3-4 ലോക്കുണ്ട് ഒരു ബാക്കിലത്തെ പ്ലാസ്റ്റിക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സെൻറ്ററിൽ കാണുന്നതാണ് അതിൻ്റെ ആ വോയിസ് കോയിൽ മോട്ടോർ.